കാട്ടിലേക്കാണ്. അവിടെ പൊഴുതനയിൽ പുലി കൂട്ടിലായി. സേട്ടുകുന്ന് മേഖലയിൽ വളർത്തുമൃഗങ്ങളെ വേട്ടയാടിയ പുലിയാണ് വനം വകുപ്പിന്റെ കൂട്ടിലായത്. പ്രദേശത്ത് സ്ഥിരമായി പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. ഫൈസൽ, അങ്ങനെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഭീതി പരത്തിയ പുലിയെ ഒടുവിൽ കൂട്ടിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത്? കഴിഞ്ഞ കുറെ നാളുകളായി പൊഴുതന, തെറ്റുകുന്ന് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഭീതി പരത്തിയ പുലിയാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ കൂട്ടിൽ നിരവധി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും ചെയ്യും. നാട്ടുകാർക്ക് വലിയ പ്രതിഷേധത്തിലായിരുന്നു. പുലിയെ കൂടുതൽ പിടികൂടണമെന്ന ആവശ്യത്തെ തുടർന്നാണ് പ്രദേശത്തെ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് പുലി കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നത്. ഇനി വനം വകുപ്പ് ഈ പുലിക്ക് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കും. വിദഗ്ധ ചികിത്സക്കായി നമ്മുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും. അതിനുശേഷം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ കാട്ടിലേക്ക് തുറന്നു വിടുന്നതിനെ കുറിച്ച് ആലോചിക്കും. അപ്പോൾ പുലി കൂട്ടിലായിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ പുലി കാട്ടിലേക്ക് തുറന്നു വിടുകയാണെങ്കിൽ വീണ്ടും ഈ പുലി പ്രദേശത്ത് ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഉണ്ടാകും. എന്തായാലും തൽക്കാലത്തേക്ക് പൊഴുതന നിവാസികളുടെ ആശങ്കയ്ക്ക് പരിഹാരമായിരിക്കുന്നു എന്നുള്ളതാണ്. ആ പുലിയുടെ മുന്നിലെങ്ങാനും ചെന്ന് പെട്ടാനുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. ആ കൂട്ടിൽ കിടന്നിട്ടും പുലിയുടെ ഒരു ശൗര്യം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ വളരെ ഭീതിയോടെ കഴിയുന്നത്. ഇതിന് പുലി ഇറങ്ങി, കടുവ ഇറങ്ങി എന്നൊക്കെ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നൊരു വാർത്ത മാത്രമാണ്. പക്ഷെ അവിടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിട്ട് എങ്ങനെയാണ് പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ കഴിയുക എന്നൊക്കെ ഞാൻ ആലോചിച്ച് പോയേക്കാൻ.